ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാസ്ത ഫജോളിയുടെ റെസിപ്പിയാണ്. ഫജോളി എന്ന് പറയുന്നതാണ് ഈ പയർ. അപ്പോൾ അതിനായി നമ്മൾ കുറച്ച് പയർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് സവോള, ഒരു 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 2 ക്യാരറ്റും ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളി. പിന്നെ നമുക്ക് ചെറിയ പാസ്തയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായി ഒരു പാത്രം വെച്ച് അത് നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോള ഒന്ന് ചെറുതായി വാടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി എണ്ണ തെളിയുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലോണം വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഫജോളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം ഇതൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്ത ഇട്ട് കഴിയുമ്പോൾ നമ്മളിതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഒരു 8 മിനിറ്റ് നല്ലോണം വേവിച്ചെടുക്കാം. പാസ്തയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാസ്ത ഫജോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാസ്ത ഫജോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.